മഷ്റൂം കൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു ചീഞ്ചട്ടി നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സബോള ഇതുപോലെ കൊത്തി അരിഞ്ഞതും 2 പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പഴുത്ത തക്കാളി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 200 ഗ്രാം മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ട ശേഷം വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇതിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരും. ഇനി മഷ്റൂം വെന്ത് റെഡിയായി വരുമ്പം അതിലേക്ക് 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കാം. നല്ല മഷ്റൂം കറി റെഡി.